പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രം വേദയോർത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് തന്നെ മുറിയിൽ തളർന്നു കിടക്കുകയാണ്. നേരം വെളുത്തിട്ടും അവൻ എഴുന്നേൽക്കാത്തത് കണ്ടുകൊണ്ട് തന്നെ കമലം ശ്രീജയോട് തിരക്കുന്നുണ്ട്. ശ്രീജയെ, വിക്രമിനെ കണ്ടില്ലല്ലോ, നീ ഈ ചായ അവനൊന്ന് കൊണ്ടുകൊടുക്കുകയെന്ന് പറയും. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്ന് ചായപാത്രം കയ്യിൽ വാങ്ങിച്ച് പറഞ്ഞു, അമ്മേ, ഞാൻ കൊണ്ടുകൊടുത്തോളാം. ശ്രീജയെടുത്ത് ഈ പാത്രം കഴുകുവല്ലേ. ആ സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനി അവളെ കണ്ട് വിക്രമിന്റെ അടുത്തേക്ക് വിടാൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി രാധേ. ഈ ചായം കൊണ്ട് നീ അങ്ങോട്ടേക്ക് ചെല്ലി. അവൻ നല്ല ഉറക്കത്തിലാണ്. അവളെ അവന്റെ മനസ്സിൽ നിന്നും കളയാൻ പറ്റിയ സമയമാണിത്. നീ വിചാരിച്ചതുപോലെ ഇത് നടക്കൂ. നന്ദിനിയുടെ വാക്ക് കേട്ട് രാധ ചായയുമായി വിക്രമിന്റെ മുറിയിലേക്ക് ചെന്നു. അവൻ ഉറങ്ങുന്നത് നോക്കി കുറച്ചു നേരം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പതുക്കെ വിക്രമിനെ പോയി വിളിച്ചു. വിക്രം. കണ്ണ് തുറന്ന് രാധയെ കണ്ടതും വിക്രം ദേഷ്യം കൊണ്ട് തന്നെ വിറച്ചു. എടി, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എഴുന്നേക്ക്, എന്റെ കട്ടിൽ നിന്നും എഴുന്നേൽക്ക്. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ? രാധ വിടാൻ ഭാവമില്ലായിരുന്നു. രാധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴല്ലേ നീ പഴയ വിക്രമായത്, ആ പിശാച് ഇവിടെ നിന്നും പോയപ്പോ. ഇനി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാലോ എന്ന് രാധ പറയുന്നത് കേട്ടിട്ട് വിക്രമിന് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് വിക്രം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റതിന് ശേഷം അമ്മേ എന്നങ്ങ് വിളിച്ചു കൂവി. കമലമ്മ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവൻ അങ്ങ് ദേഷ്യപ്പെട്ടു. അമ്മേ, ഇവൾ എന്തിനാ അമ്മേ എന്റെ മുറിയിലേക്ക് വിട്ടത്? നന്ദിനിയാണ് തന്നെ വിട്ടത് എന്ന് രാധ പറഞ്ഞപ്പോൾ കമല നന്ദിനിയോട് ദേഷ്യപ്പെട്ടു. വേദ പോയത് കൊണ്ട് താൻ ധൈര്യമായി വന്നതാണ് എന്ന് രാധ പറഞ്ഞപ്പോൾ വിക്രം കട്ടായം പറഞ്ഞു, എന്റെ പുറകെ നടക്കുന്നത് നിർത്തിക്കോ രാധേ. നിന്നെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. നന്ദിനി വേദയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിക്രം അങ്ങ് പൊട്ടിത്തെറിച്ചു. വേദ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുള്ളതാണ്. അവൾക്ക് പകരം മറ്റൊരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവൻ അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്കങ്ങ് പോയി. പിന്നീട് മുറിയിൽ വെച്ച് നന്ദിനി വിക്രമിനെ വീണ്ടും പ്രകോപിപ്പിക്കാൻ നോക്കി. നീ ആ വേദയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കാണോ വിക്രം? അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ല. അതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു. ഇത് കേട്ട് വന്ന സുധാകര മാഷ് നന്ദിനിയെ ശകാരിച്ചു. നിർത്തിക്കോ നന്ദിനി, വിക്രം എങ്ങനെ ജീവിക്കുമെന്നൊന്നും നീ പഠിപ്പിക്കേണ്ട. നിനക്കിവിടെ പ്രത്യേക പരിഗണനയൊന്നുമില്ല. ശ്രീജയെ കണ്ടുപിടിക്ക്. അധികാരത്തോടെ സംസാരിച്ചാൽ നന്ദിനിയെ വീട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് സുധാകര മാഷ് താക്കീത് നൽകി. വിക്രം പിന്നീട് അനിയൻകുട്ടനെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടി തന്നെ വേദയെ വീണ്ടെടുക്കാൻ ഒരു സാഹസികമായ നീക്കം നടത്തി. രാത്രി ആരും കാണാതെ വേദയുടെ വീട്ടിൽ കയറി അവളെ ബോധം കെടുത്തി അനിയൻകുട്ടന്റെ വീട്ടിലേക്ക് മാറ്റുകയാണ് അവൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും സത്യം അവളിൽ നിന്നും ചോദിച്ചറിയുക എന്നത് മാത്രമായിരുന്നു വിക്രമിന്റെ ഉദ്ദേശം. എന്നാൽ അടുത്ത ദിവസം രാവിലെ വിക്രം അവിടെ എത്തുമ്പോൾ വേദയെ കാണാനില്ലായിരുന്നു. അനിയൻകുട്ടൻ പരിഭ്രമത്തോടെ പറഞ്ഞു. രാവിലെ നോക്കിയപ്പോൾ കതക് തുറന്നു കിടക്കുന്നു. വേദ ഇവിടെയൊന്നുമില്ല. ഇതേ സമയം വേദയുടെ വീട്ടിലും വലിയൊരു ബഹളമായിരുന്നു. വിക്രമാണ് അവളെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ശ്രീകാന്ത് ആരോപിച്ചു. പോലീസിനെ വിളിച്ചതും വിക്രമിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ വെച്ച് ഇൻസ്പെക്ടർ സാബു വിക്രമിനെ തല്ലാനോങ്ങാണ്. അന്നേരം ദർശൻ ജാമ്യവുമായി അങ്ങോട്ടേക്കെത്തി. വിക്രത്തെ അവിടെ നിന്ന് രക്ഷിച്ചു പുറത്തേക്ക് കൊണ്ടുവരാണ് ദർശൻ. പിന്നീട് കമലമ്മ വേദയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ശ്രീകാന്ത് ഫോണിൽ സംസാരിക്കുന്നത് ഒളിച്ചു കേൾക്കാനിടയായി. സുധാകരൻ മാഷിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വേദയെ ആ വീട്ടിൽ നിന്നും ഇറക്കിയത് എന്നും ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടിയിപ്പിച്ചത് എന്നും ശ്രീകാന്തിന്റെ ചതിയായിരുന്നു എന്ന കാര്യമെല്ലാം തന്നെ കമലമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സത്യം അറിഞ്ഞ വിക്രം രോഷാകുലനായി. ശ്രീകാന്തിനെ നേരിടാനൊരുങ്ങുമ്പോൾ മാഷ് തടഞ്ഞു. ആദ്യം നീ വേദയെ കണ്ടുപിടിക്ക്. വിക്രം അന്വേഷണത്തിനിറങ്ങി. അനിയൻകുട്ടന്റെ വീടിനകത്ത് ശ്രീകാര്യം ശ്രീനിവാസന്റെ കാറ് കണ്ടു എന്ന വിവരം കിട്ടിയതോടുകൂടി തന്നെ വിക്രം അയാളെ സഹായിയങ്ങ് പൊക്കി. അയാൾ സത്യം വിളിച്ചു പറഞ്ഞു. വിക്രം അറിയാതെ തന്നെ വേദയെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്, അതെല്ലാം ചെയ്തത് ശ്രീനിവാസന്റെ ആൾക്കാരാണെന്നും അയാൾ പറഞ്ഞു. വിക്രം പാഞ്ഞെത്തി വേദയെ അവിടെ നിന്നും മോചിപ്പിച്ചു. പരസ്പരം കണ്ടുമുട്ടി അവർ രണ്ടുപേരും വികാരധീരരായി കെട്ടിപ്പിടിച്ചു. വിക്രം വേദയെ കൂട്ടി അവളുടെ വീട്ടിലേക്കെത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രീകാന്തിന്റെ ചതികൾ ഓരോന്നോരോന്നായി വെളിച്ചത്ത് കൊണ്ടുവന്നു. നിന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല വേദ എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടതിനെ വിക്രം അവളെ തിരികെ സ്വന്തം വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകും. കമലമ്മയും സുധാകര മാഷൊക്കെ വേദയെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കാണ്. അങ്ങനെ ശ്രീകാന്തിന്റെയും ശ്രീനിവാസന്റെയും ചതികൾ പൊളിഞ്ഞതോടുകൂടി തന്നെ വിക്രമും വേദയും ഒന്നിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും പവിത്രം വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. വിക്രം വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പവിത്രം വീടിന്റെ പതിവാതിക്കൽ എത്തിയപ്പോൾ കമലമ്മയും സുധാകര മാഷും വിളക്കുമായി അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ കനലായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മവിശ്വാസം വീണ്ടും പൂത്തുരിഞ്ഞതിന്റെ സന്തോഷം ആ വീടിന്റെ ഓരോ കോണിലും നിറഞ്ഞു നിന്നു. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും വിക്രത്തിന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം ബാക്കിയുണ്ടായിരുന്നു. വേദയെ ഇത്രയും കാലം കണ്ണീരിൽ ആഴ്ത്തിയവർക്ക് അർഹമായ ശിക്ഷ നൽകുക. പിറ്റേന്ന് രാവിലെ തന്നെ വിക്രം ദർശൻ സാറിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. ഇത്തവണ വിക്രം പ്രതിയായിട്ടല്ല, മറിച്ച് പരാതിക്കാരനായിട്ടാണ് ചെന്നത്.
കമലത്തിന്റെ സാക്ഷിമൊഴിയും വിക്രം ശ്രീനിവാസന്റെ സഹായത്തിൽ നിന്നും റെക്കോർഡ് ചെയ്ത സത്യങ്ങളും ഇൻസ്പെക്ടർ സാബുവിനു മുന്നിൽ നിരത്തി. തന്റെ കസേര തെറിക്കുമെന്ന് ഭയന്ന സാബു ഇത്തവണ വിക്രത്തിനെതിരെ നിൽക്കാനൊന്നും കഴിഞ്ഞില്ല. വിക്രമിന്റെ വാക്കുകൾക്ക് ഇടിമുഴക്കത്തിന്റെ കരുത്തുണ്ടായിരുന്നു. അയാള് പറഞ്ഞു, ഇത്രയും കാലം നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് നിങ്ങൾ കളിച്ച കളി ഇനി നടക്കാൻ പോകുന്നില്ല സാബു സാറേ. വേദയുടെ കണ്ണീരിനും എന്റെ അച്ഛന്റെ ജീവിതം പണയം വെച്ചതിനും ഓരോന്നും നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും. അന്ന് ഉച്ചയോടെ പോലീസ് വണ്ടി ശ്രീകാന്തിന്റെ വീട്ടുപടിക്കലെത്തി. നാട്ടുകാർ നോക്കി നിൽക്കെ ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും പോലീസ് വിലങ്ങ് വെച്ചു. ശങ്കരനാരായണൻ തന്റെ മകനെ നോക്കി നിന്നുവെങ്കിലും പാതി വഴിയിൽ നീതി നടപ്പിലാക്കിയതിന്റെ ആശ്വാസം ആ അച്ഛന്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ദീപ്തി വേദയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു, ചേച്ചി, ഇനിയെങ്കിലും ചേച്ചിക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. വൈകുന്നേരം പവിത്രം വീട്ടിലെ ഉമ്മറത്ത് എല്ലാവരും ഒത്തുകൂടി. വിക്രം വേദയുടെ അരികിലിരുന്നു കൊണ്ട് തന്നെ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. വേദമെല്ലെ തന്റെ കഴുത്തിലെ ആ പവിത്രമായ താലിയിൽ തൊട്ടുകൊണ്ട് വിക്രമിനെ നോക്കി പുഞ്ചിരിച്ചു. ആ താലി അവർക്കിടയിലെ അഭേദ്യമായ ബന്ധത്തിന്റെ അടയാളമായിരുന്നു. സുധാകരൻ മാഷ് വിക്രമിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, വിക്രം, നീ ഇന്ന് പഴയ ഗുണ്ടയല്ല. നീ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ കരുത്തുള്ള യഥാർത്ഥ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ഇതേ സമയം നന്ദിനി തന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ഒരു മൂലയിൽ കുറ്റബോധത്തോടു കൂടി തന്നെ നീറി നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം അവളെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു, കഴിഞ്ഞതൊക്കെ നമുക്കിനി മറക്കാം. ഈ വീട്ടിൽ ഇനി സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രാത്രിയുടെ നിശബ്ദതയിൽ നിലാവെളിച്ചത്തിൽ വിക്രമും വേദയും മുറ്റത്ത് നടക്കുമ്പോൾ അവർക്കു ചുറ്റും സന്തോഷത്തിന്റെ ഒരു പുതിയ ലോകം തെളിയുന്നുണ്ടായിരുന്നു. പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് ചതിയുടെ വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് തന്നെ വിക്രം പതിയെ വേദയോട് പറഞ്ഞു, നമ്മുടെ ജീവിതം ഇനി മുതൽ തുടങ്ങുകയാണ്. എന്നാൽ ആ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ വേദ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി ഏതായാലും വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.